നമസ്കാരം. ഒരു മിസൈലിന് എത്ര ദൂരം പറക്കാൻ കഴിയും? എത്ര കൃത്യതയോടെ ലക്ഷ്യസ്ഥാനം തകർക്കാൻ സാധിക്കും? അതിലെല്ലാം ഉപരിയായി ശത്രുവിന്റെ റഡാറുകളെ കബളിപ്പിച്ച് ഒരു നിഴൽ പോലെ പറന്നുയരാൻ അതിന് കഴിയുമോ? എങ്കിൽ കേട്ടോളൂ. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് സ്കാൽപ്പാണ്. ഫ്രാൻസിൽ നിന്ന് ഈ കലിപ്പൻ ക്രൂസ് മിസൈലുകൾ സ്വന്തമാക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഇന്ത്യ. ഏകദേശം 3200 കോടി രൂപയുടെ ഈ ഇടപാട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകാൻ പോകുന്നത് വെറുമൊരു മിസൈലല്ല, പകരം ആകാശ യുദ്ധത്തിലെ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. റഫാൽ യുദ്ധവിമാനങ്ങൾ നമ്മുടെ വ്യോമസേനയുടെ അഭിമാനമായി ആകാശത്ത് തലയുയർത്തി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഇനി ആ റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് ഒരു കൂട്ടുകാരൻ കൂടിയെത്തുകയാണ്: സ്കാൽപ് മിസൈൽ. ഇതിനകം തന്നെ റഫാലിന്റെ കരുത്തും ബ്രഹ്മോസ് മിസൈലുകളുടെ പ്രഹരശേഷിയും നാം കണ്ടതാണ്. ഇതിലേക്കാണ് സ്കാൽപ് മിസൈലിന്റെ കൂട്ടുവരുന്നത്. വെറുമൊരു മിസൈൽ എന്ന് ഈ മിസൈലിനെ വിളിക്കാനാവില്ല. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ ഇതിനോടകം തന്നെ ഈ മിസൈൽ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. ഭീകരവാദ സംഘടനകളുടെ കേന്ദ്രങ്ങളും പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രധാന താവളങ്ങളും തകർക്കാൻ സ്കാൽപ് മിസൈലുകൾ റഫാലിൽ നിന്ന് തൊടുത്തുവിട്ട് നാം ശക്തി തെളിയിച്ചതാണ്. ശത്രുവിന്റെ 12 പ്രധാന വ്യോമത്താവളങ്ങൾ പോലും നമ്മുടെ മിസൈലുകൾ തകർത്തെറിഞ്ഞിട്ടുണ്ട്. 250 മുതൽ 500 കിലോമീറ്റർ വരെ ദൂരേക്ക് പറന്ന് 450 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കാൻ ഈ മിസൈലിന് സാധിക്കും. അതും റഡാർ നിരീക്ഷണങ്ങളെ അനായാസം വെട്ടിച്ച്. ഒരു സൂപ്പർ ഹീറോയെ പോലെ അദൃശ്യനായി തൊടുത്തുയർന്ന് ശത്രുവിനെ ഞെട്ടിക്കുന്ന ഈ കഴിവ് തന്നെയാണ് സ്കാൽപ്പിനെ ഇത്രയധികം പ്രത്യേകതയുള്ളതാക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഭാവിയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകാൻ പോകുന്ന 26 റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങളിലും ഈ സൂപ്പർ മിസൈൽ ഘടിപ്പിക്കും. അതുകൂടാതെ 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള നടപടികൾ പ്രതിരോധ മന്ത്രാലയം വേഗത്തിലാക്കുന്നുണ്ട്. റഫാൽ നിരയെ കൂടുതൽ ശക്തമാക്കാൻ മീറ്റിയോർ എയർ ടു എയർ മിസൈലുകൾ കൂടി വാങ്ങാനുള്ള നീക്കങ്ങളും സജീവമാണ്. അടുത്ത 15 വർഷത്തിനുള്ളിൽ ഫ്രാൻസ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയായി മാറും. അത് വെറുമൊരു കണക്കല്ല, ആകാശത്ത് നമ്മുടെ രാജ്യത്തിന്റെ കരുത്തും ആധിപത്യവുമാണ്. അപ്പോൾ ശത്രുക്കൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സ്കാൽപ് മിസൈലുകൾ ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുമ്പോൾ നമ്മുടെ പ്രതിരോധശേഷി എത്രത്തോളം കുതിച്ചുയരും എന്ന് കണ്ടറിയാൻ കാത്തിരിക്കാം. ആകാശം ഇനി നമ്മുടെ കാൽക്കീഴിലാകും. ഫ്രാൻസിൽ നിന്ന് ഈ കലിപ്പൻ ക്രൂസ് മിസൈലുകൾ സ്വന്തമാക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഇന്ത്യ. ഏകദേശം 3200 കോടി രൂപയുടെ ഈ ഇടപാട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകാൻ പോകുന്നത് വെറുമൊരു മിസൈലല്ല, പകരം ആകാശ യുദ്ധത്തിലെ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്.